ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കണ്ടിന്യൂഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് സെല്ലുകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ഇക്വേഷൻസും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇങ്ങനെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, കുറച്ച് ഡിവൈസസ് ആണ്. ഈ ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും, അതെങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. വൺസ് അഗെയിൻ വെൽക്കം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്ക് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാത്ത വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ വരൂ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ എല്ലാം കാര്യങ്ങൾ വരുന്നു എന്ന് നോക്കാം. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞു, ലൈക്ക് അൺനോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ലൈക്ക് ഒരു ബ്രിഡ്ജ് പോലെ 4 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. വി ഹാവ് R1 ഹിയർ, ദെൻ R2 ഹിയർ, ദെൻ R3 ഹിയർ, ദെൻ R4 ഹിയർ. ആഫ്റ്റർ ഓൾ ഒരു ബാറ്ററി സെല്ല് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ബ്രിഡ്ജിൻ്റെ മിഡിലൂടെ, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫിഗറിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. വളരെ ഈസി കോൺസെപ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗാൽവനോമീറ്റർ ആൻഡ് അമ്മീറ്റർ. ഹൗ വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് the galvanometer and ammeter. Ammeter is a device that used to measure or to find the magnitude of the electric currents. How we can say about galvanometer? Galvanometer is a device that used to detect the presence of current in an electric circuit, right? So we have galvanometer one side, we have ammeter other side. So always we have to keep in mind the difference in between ammeter and galvanometer. So there is some little difference in between. One will show the magnitude of the current, other one will give the whether the current is present or not. So keep in mind here we are using galvanometer. Inside the galvanometer we have one deflector. അതായത് ഒരു നീഡിലുണ്ട്. ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണോ? സോ അങ്ങനെയാണെങ്കിൽ ബാറ്ററിയിലെ വി ഹാവ് 2 ടെർമിനൽസ്, വൺ ഇസ് പോസിറ്റീവ്, അതർ വൺ നെഗറ്റീവ്. സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ലൈക്ക് R1 R3 ഉണ്ട്, അതൊരു ബ്രാഞ്ചാണ്. ദെൻ R2 R4 ഉണ്ട്, അത് മറ്റൊരു ബ്രാഞ്ചാണ്. സോ 2 ബ്രാഞ്ചുകൾ വേണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ. ഈ ബ്രാഞ്ചുകളെ നോക്കിയിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ സി ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കറണ്ട് പോകുന്നില്ലെങ്കിൽ ആ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ IG എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഗാൽവനോമീറ്ററിലെ കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? IG എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അറ്റ് ദ ബാലൻസ്ഡ് കണ്ടീഷൻ IG വാല്യൂ 0 ആയിരിക്കും. മൈ ഡിയർ സ്റ്റുഡൻസ്, കീപ്പ് ഇൻ മൈൻഡ് ഡ്യൂറിങ് ദി ബാലൻസ്ഡ് കണ്ടീഷൻ, അറ്റ് ദ ബാലൻസ്ഡ് കണ്ടീഷൻ ദ IG equal to the value of IG equal to 0. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് നോക്കൂ.
കിർച്ചോഫ് ജംഗ്ഷൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് I2 = I4. അതായത് ബി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എന്താണ്? I2 ആണ്. അവിടെ നിന്ന് പോകുന്ന കറണ്ട് എന്താണ്? I4 ആണ്. സോ ഇൻകമിങ് കറണ്ട് = ഔട്ട്ഗോയിങ് കറണ്ട്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ I2 = I4 there. Then in the second case, see, we have I1 here, then I3 here. So that also we are applying again same concept, Kirchhoff's first law, I1 = I3. Then after we are applying Kirchhoff's loop rule. So ആ ഒരു മിഡിലൂടെ ആ ഒരു ബ്രിഡ്ജിലൂടെ കറണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിമൈനിങ് ആ റെസിസ്റ്റൻസ് കറണ്ട് ഡ്രോപ്പ് I/R ടേം അതെന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, I1 R1 = നമുക്ക് എങ്ങനെ എഴുതാം? I2 R2. അതായത് I1 R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? I2 R2. അതുപോലെ തന്നെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് I3 R3, that will be equal to I4 R4. So KVL അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണിത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇക്വേഷൻസ് 3, 4 എന്ന് എഴുതിയിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷൻസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ സംഭവിക്കുന്നത് ലൈക്ക് ഡിവിഷനായിട്ട് നമുക്ക് വരാം. ഇവിടെ R1 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? R3 ഉണ്ട്, ഇവിടെ R2 ഉണ്ട്, R4 ഉണ്ട്. അതായത് I1 എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്? I3ക്ക് ഈക്വലാണ്. സോ I1ഉം I3യും എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്തു പോകുന്നു അല്ലേ? അതേപോലെ തന്നെ I2ഉം I4ഉം ഈക്വലായ സ്ഥിതിക്ക് I2 = അതും തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. സോ ബാക്കി വരുന്ന ഇക്വേഷൻ എന്താ? R1/R3 = R2/R4, അല്ലെങ്കിൽ നമുക്ക് പറയാം R2/R1 = R4/R3 എന്ന് പറയാം. R1/R3 അതായത് ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ്. അതായത് താഴെ വരുന്നത് ഒരു ബ്രാഞ്ചാക്കി എടുക്കുന്നു, മുകളിൽ വരുന്ന മറ്റൊരു ബ്രാഞ്ചാക്കി എടുക്കുന്നു. ഡിവിഷൻ ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ റേഷ്യോ ആംസ് ഈക്വൽ ആയിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, R1/R3 = R2/R4. ആദ്യം നമ്മൾ KCLും രണ്ടാമത് നമ്മൾ KVLും അപ്ലൈ ചെയ്യുന്നു. ആ മിഡിലൂടെ കറണ്ട് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഇവിടെ നിന്ന് പോകുന്ന I2 R2 = എന്താണ്? ഇവിടെ I1 × R1. അതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്, I1 × R1. അതുപോലെ I3 R3 ഇവിടെ നിന്ന് എടുക്കുമ്പോൾ I3 R3 = ഇവിടെ നിന്ന് വരുമ്പോൾ I4 R4. എന്നിട്ട് നമ്മൾ രണ്ടും ജസ്റ്റ് ഡിവിഷൻ ചെയ്യുന്നു. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടിയിരുന്നു കറണ്ട് I1 എന്ന് പറഞ്ഞാൽ I3 ആണ്, I2 എന്ന് പറഞ്ഞാൽ I4 ആണ്. സോ അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യുന്നു. സോ റിമൈനിങ് R1/R3 = R2/R4. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് 4 റെസിസ്റ്റൻസ് ആണുള്ളത്, 3 നോൺ വാല്യൂ ആയിരിക്കും, 1 അൺനോൺ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 3 വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ 4ാമത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇതാണൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. സോ വളരെ എളുപ്പമാണ്. ആ ഒരു കോൺസെപ്റ്റും ആ ഒരു ഫിഗറും അതിൻ്റെ ഡെഫിനിഷൻസും എല്ലാവരും ഓർത്ത് വയ്ക്കുക. വന്നു കഴിഞ്ഞാൽ മാർക്ക് കളയരുത്. ഓക്കെ, എല്ലാവരും അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ആക്ച്വലി സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില സ്റ്റുഡൻസ് ലൈക്ക് അവർ വെരി സെൻസിറ്റീവാണ്. ചില പേഴ്സൺസ് ലൈക്ക് ദേ ആർ വെരി സെൻസിറ്റീവ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ജസ്റ്റ് ജോക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഫൺ പറഞ്ഞാലൊക്കെ അവർക്കത് പെട്ടെന്നായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? സോ ഇത്തരത്തിലുള്ള സച്ച് പേഴ്സൺസിനെയാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുക. അതുപോലെ തന്നെ ഇവിടെയും ഗാൽവനോമീറ്റർ വെരി സെൻസിറ്റീവാണ്. കാരണം ചെറിയൊരു വാല്യൂ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ അതിൻ്റെ നീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിഫ്ലക്റ്റ് ചെയ്യാൻ
തുടങ്ങും. സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ സെൻസിറ്റീവ്നെസ് ഓഫ് എ ഗാൽവനോമീറ്റർ നമ്മൾ പറയുന്നത്. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്താണ് പറയുന്നത് നോക്കൂ. ഇറ്റ് ഷോസ് എ ലാർജ് വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ. അതായത് ചെറിയ ഒരു കറൻറ്റ് ആ ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ ലാർജ് ഡിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇനി അതെന്തെല്ലാം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്പർ 2 അവർ പറഞ്ഞിട്ടുള്ളത്. സോ ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ എടുത്തിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, കൂടാതെ എന്താ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ബാറ്ററി ആൻഡ് ഗാൽവനോമീറ്റർ. സോ ഓർത്ത് വയ്ക്കുക, ഗാൽവനോമീറ്ററിൻ്റെ സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു ടേം 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോനെയും മറ്റൊന്ന് പൊസിഷൻസ് ഓഫ് ദ ബാറ്ററി ആൻഡ് ഗാൽവനോമീറ്ററും ആയിരിക്കും. ഓക്കെ ആണോ? സോ അങ്ങനെയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ നൾ മെത്തേഡ്. നൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലൂടെ എന്ത് ഫ്ലോ ചെയ്യില്ല? കറൻറ്റ് ഫ്ലോ ചെയ്യില്ല. നമ്പർ 2 നിങ്ങൾക്ക് കാണാം, ആസ് ദ മെത്തേഡ് ഡസ് നോട്ട് ഇൻവോൾവ്. നമ്മളെടുക്കുന്ന ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ മെത്തേഡിൽ ഡസ് നോട്ട് ഇൻവോൾവ് ലൈക്ക് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെത്തേഡ് ഡസ് നോട്ട് ഇൻവോൾവ് എനി മെഷർമെൻറ്റ് ഓഫ് കറൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ദ റെസിസ്റ്റൻസസ് ഓഫ് അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ ഡു നോട്ട് എഫക്റ്റ്. നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ വേറൊരു ഡിവൈസോ വേറൊരു അമ്മീറ്ററോ വേറൊരു വോൾട്ട്മീറ്ററോ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന അമ്മീറ്ററിൻ്റെ അല്ലെങ്കിൽ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസോ അതുമൂലമുണ്ടാകുന്ന ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ എനർജി ലോസസോ ഒന്നും നമുക്കിവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അത് അതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ എന്താ? ദി അൺനോൺ റെസിസ്റ്റൻസ്, അല്ലേ? ഞാൻ പറഞ്ഞു 3 റെസിസ്റ്റൻസ് നോൺ ആണ്, 4ാമത്തെ റെസിസ്റ്റൻസ് ആയിരിക്കും അൺനോൺ. അപ്പോൾ ദ അൺനോൺ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷർഡ് വെരി ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ബൈ ഇൻക്രീസിങ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് ഇൻ റേഷ്യോ ആംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ നൾ മെത്തേഡ്. രണ്ടാമത്തത് ദ മെത്തേഡ് ഡസൻറ്റ് ഇൻവോൾവ് എനി അമ്മീറ്റർ ഓർ എനി വോൾട്ട്മീറ്റർ ഓർ എനി അതർ എക്സ്ട്രാ ഡിവൈസസ്. സോ അതിൻ്റെ ഒന്നും ഹീറ്റിംഗ് ലോസസോ അല്ലെങ്കിൽ അത് ചൂടാകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പേടിയോ പ്രശ്നങ്ങളോ ഒന്നും നമുക്കില്ല. മൂന്നാമത് പറഞ്ഞത് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസിയാണ്. അതിൻ്റെ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അക്യുറസി, അതിൻ്റെ കാര്യക്ഷമത, കൃത്യത വാല്യൂവിലുണ്ടാവും, നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായോ? സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ആവശ്യമുള്ള നോട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട്സുകളും നോട്ട് ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഈ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്പർ ഓഫ് ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് മീറ്റർ ബ്രിഡ്ജ് ഓർ സ്ലൈഡ് വയർ ബ്രിഡ്ജ് എന്ന് പറയും. എന്താണ് ഫസ്റ്റ് വൺ? മീറ്റർ ബ്രിഡ്ജ് ഓർ സ്ലൈഡ് വയർ ബ്രിഡ്ജ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതായത് ലൈക്ക് റേഷ്യോ ആംസ് ആണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു അല്ലേ? 2 റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ റേഷ്യോ എടുത്ത് ഈക്വലാക്കി മാറ്റുന്ന കോൺസെപ്റ്റാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ സ്ലൈഡ് വയർ അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജിൽ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് നോക്കൂ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൻഡ് അൺനോൺ റെസിസ്റ്റൻസ്. അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് മീറ്റർ ബ്രിഡ്ജ് ഓർ സ്ലൈഡ് വയർ ബ്രിഡ്ജ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ, അതായത് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആംസ് ഈക്വൽ ആകുന്നു എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. നൾ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതിയിട്ടുണ്ട് അല്ലേ? സോ പ്രിൻസിപ്പിൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ഗാൽവനോമീറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണോ? ഇനി ഇവിടെ അതിൻ്റെ ഒരു ഫിഗർ കാണാൻ കഴിയും. ലൈക്ക് ഫിഗറിൽ നിങ്ങൾക്ക് ഒരു കണ്ടക്ടർ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടക്ടറിൽ ഒരു ജോക്കി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്,
ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്. ഇത്രയും പാർട്ടാണ് ഇതിൻ്റെ കണ്ടക്റ്റിംഗ്. അതായത് ആ ഒരു പാർട്ടിലൂടെയാണ് നമ്മൾ ജോക്കി എന്ന് പറയുന്ന ഒരു പേനയാണ്, ആ പേന കൊണ്ട്, അയൺ പേന കൊണ്ട് നമ്മൾ എന്തിലൂടെ ആ വയറിലൂടെ ഇങ്ങനെ നീക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഗാൽവനോമീറ്ററിൻ്റെ സൂചി, ആ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ, ആ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ടർ അറ്റ് എ മൊമെൻറ്റ് അതെന്താകും, നൾ കണ്ടീഷനിലായിരിക്കും. അതായത് അതിലൂടെ എന്ത് ഫ്ലോ ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം നൾ മെത്തേഡിലുള്ള സമയത്ത് ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഡിവൈസിനെ കുറിച്ച് എന്തെല്ലാം പാർട്സുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഒരു സെല്ല് കാണാം, കൂടാതെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, അതുപോലെ എസ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ബാലൻസിങ് പോയിന്റ് കിട്ടുക. ആക്ച്വലി ഈ ഒരു മിത്ര ബ്രിഡ്ജ് ഒരു സ്ലൈഡ് വയർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു ഡിവൈസാണ്. റൈറ്റ് നൗ നമ്മളതിൻ്റെ തിയറി മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി +2 ലാബ്, +2 ഫിസിക്സിൽ ലാബോറട്ടറിയിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് എന്നുള്ളൊരു കാര്യം, നമ്പർ 1. നമ്പർ 2, അതിലെന്തെല്ലാം പാർട്സുകൾ വരുന്നുണ്ട്, ഏതെല്ലാം ഭാഗങ്ങൾ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ബാറ്ററി വി ഹാവ്, ദെൻ കെ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, ആഫ്റ്റർ ഓൾ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത്. ഓക്കെ, സോ പി എന്ന് പറയുന്നൊരു ലെങ്ത്ത് കിട്ടും. ബാക്കി ടോട്ടൽ എത്രയായിരിക്കും, 100 സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, 1 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൻ്റെ എല്ല് കിട്ടും, ഒരു ലെങ്ത്ത് കിട്ടും ഇവിടെ നിന്ന്. സോ റിമൈനിങ് എത്രയായിരിക്കും, 100 - L ആയിരിക്കും. ടോട്ടൽ 100 ആണെങ്കിൽ കുറച്ച് എൽ ഉണ്ടെങ്കിൽ ബാക്കി പാർട്ട് എന്തായിരിക്കും, 100 - L ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന റേഷ്യോ പി എന്ന് പറയുന്ന ഒരു പാർട്ടും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ക്യൂ എന്ന് പറയുന്ന ഒരു പാർട്ടും, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, അത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ബോക്സ് എടുത്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആക്ടിവിറ്റി സക്സസ് ആകുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന വാല്യൂ ആണ് 6. കൂടാതെ ഇവിടെ ഒരു ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ഉണ്ടാകും, അതാണ് എസ്. അങ്ങനെ P/Q = R/S എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് അൺനോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെരി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടും. സോ അതാണ് ഏതിൻ്റെ കോൺസെപ്റ്റ്, മീറ്റർ ബ്രിഡ്ജ് ഓർ സ്ലൈഡ് വയർ ബ്രിഡ്ജ്. പ്രിൻസിപ്പിൾ ഓർത്ത് വയ്ക്കുക, ഫിഗർ ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ബസ്. അതാണ് നമുക്ക് തിയററ്റിക്കലി അതിൽ പറയാനുള്ള കാര്യം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ മീറ്റർ ബ്രിഡ്ജ് ഓർ സ്ലൈഡ് വയർ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസ് ബോക്സ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, കൂടാതെ വേറെയും ഫോസ്റ്ററി ബ്രിഡ്ജ് എന്ന് പറയുന്ന വേറെയും നമ്പർ ഓഫ് ബ്രിഡ്ജസ് അൺനോൺ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. സോ അതിൽ വരുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ഡിവൈസാണ് റൈറ്റ് നൗ നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. മീറ്റർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്കിംഗ്, ഒരു ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഞാൻ പറഞ്ഞു 100 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആ ഒരു കണ്ടക്റ്റിംഗ് വയർ ലെങ്ത്ത് വരുന്നത്. സോ ദ റിമൈനിങ് പാർട്ട് എത്രയായിരിക്കും, 100 - L ആയിരിക്കും അല്ലേ. സോ ടോട്ടൽ 100 ഉണ്ടെങ്കിൽ ഒന്ന് എല്ലും മറ്റൊന്ന് 100 - L. നമ്മൾ ആ വയറിലൂടെ ജോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്താണ് ഗാൽവനോമീറ്ററിലൂടെ സീറോ കറൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ആ സമയത്താണ് നൾ മെത്തേഡ് ഉണ്ടാവുന്നത്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സി നോക്ക്, P/Q = എന്താ, റെസിസ്റ്റൻസ് ഓഫ് AB ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് AC. R/S എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, L/100 - L എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് വെരി ഈസി ആയിട്ട് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും വിതൗട്ട് എനി ഡൗട്ട്. നെക്സ്റ്റ്, ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്തും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം, റെസിസ്റ്റിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നു, ഓൾറെഡി പഠിച്ചതാണ്. റെസിസ്റ്റൻസ് = ρ × L/A. അതിൽ നിന്ന് റോ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, R × A/L എന്ന് എഴുതാം. എവിടെ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്, ഇനീഷ്യലി വി ഹാഡ് ഇക്വേഷൻ R = ρ × L/A. ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റോ = എന്ത് വരും, RA/L
എൽ എന്ന് വരും. അതാണ് ഈ ഇക്വേഷൻ. സോ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഓക്കെ എസ് ആണ്. അൺനോൺ റെസിസ്റ്റൻസ് എസ് ആക്കി എടുത്തിട്ടുണ്ട്. ആഫ്റ്റർ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത് എത്ര ലെങ്ത്തിലാണോ ആ ഒരു ബാലൻസിങ് കിട്ടിയത് എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ വെരി ഈസിലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓൾസോ. സോ അൺനോൺ റെസിസ്റ്റൻസും അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റിവിറ്റിയും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് വെരി ഈസിലി. ഓക്കെ, സോ എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ആഫ്റ്റർ ഓൾ ഈ ഒരു സ്ലൈഡ് വയർ ബ്രിഡ്ജ് അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തത് ഇതിൽ എന്തെല്ലാം ഇക്വേഷൻസ് യൂസ് ചെയ്തു എന്നുള്ളതൊരു ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതെല്ലാം? ഒരു ബാലൻസ്ഡ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ ഓർത്ത് വെക്കുക P/Q = R/S. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് നോൺ ആയിരിക്കും. ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാല്യൂ എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. സോ അങ്ങനെയാണ് ഈ P/Q = R/S എന്ന് പറയുന്ന ഇക്വേഷൻസ് നമ്മൾ ചെയ്യാറുള്ളത്. ഓർത്ത് വയ്ക്കുക, ജോക്കി എന്ന് പറയുന്ന ആ അയൺ പെൻ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് 0 ആവുന്ന സമയത്ത്, IG = 0 ആവുന്ന സമയത്താണ് നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് എന്ന് പറയുന്നത്. ആ ഒരു മൊമെൻറ്റിലാണ് ആക്ച്വലി ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്. നമ്പർ 2, വീണ്ടും അത് തന്നെ എക്സ് അൺനോൺ റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? RQ/P എന്ന് എഴുതാം. ദെൻ ഒരു സ്ലൈഡ് വയർ ബ്രിഡ്ജിൽ ഒരു ബാലൻസ് പോയിന്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് L സെൻറ്റിമീറ്റർ ഫ്രം ദ 0 എൻഡ്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എല്ലാണ് അതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളതെങ്കിൽ ടോട്ടൽ 100 സെൻറ്റിമീറ്റർ ആണ്. സോ എന്തായിരിക്കും ഉണ്ടാവുക? 100 - L എന്നായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു ഇക്വേഷനാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. റെസിസ്റ്റൻസ് സാധാരണയായിട്ട് നമ്മൾ ഓം എന്നും അതുപോലെ തന്നെ ലൈക്ക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ് നമ്മൾ ലെങ്ത്തിന് വേണ്ടിയിട്ടും എടുക്കാറുണ്ട്. മീറ്ററാണ് SI എങ്കിലും പ്രാക്ടിക്കൽ യൂണിറ്റ് ഇവിടെ സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കാറുള്ളത്. അതാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ ഡിയർ സ്റ്റുഡൻസ് നോട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? ഡൺ, സെറ്റ്. നെക്സ്റ്റ് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോ പേരിൽ തന്നെയുണ്ട്. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യോമീറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്യുറേറ്റ്ലി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൃത്യമായി കാര്യക്ഷമതയോടുകൂടി എഫിഷ്യൻ്റായി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കൂ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യോമീറ്റർ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ. സോ കോൺസെപ്റ്റ് എന്താ നോക്കൂ. ഒരു കോൺസ്റ്റൻ്റ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. ഒരു മീറ്ററിലൂടെ ഒരു കോൺസ്റ്റൻ്റ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് എനി ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ലെങ്ത്. വളരെ എളുപ്പമാണ്. അവിടെയുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലെങ്ത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. V proportional to L, voltage proportional to the length of the conductor. അത്രമാത്രം പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ കഴിയും. സോ ഓർത്ത് വയ്ക്കുക പ്രിൻസിപ്പിളും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളതും. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓംസ് ലോ നമ്മളെല്ലാവരും പഠിച്ചതാണ്. എന്തായിരുന്നു ഓംസ് ലോ? ഓംസ് ലോ മീൻസ് V = I × R. അതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ. അഗെയിൻ വി നോ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്? റെസിസ്റ്റൻസ് = റോ × L/A. വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് = റോ × L/A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യമാണ്. ദെൻ ഈ IR അതുപോലെ ഇവിടെ കൊടുത്തിട്ടില്ല, IR അല്ല, L റോ ഉണ്ട്, അതുപോലെ തന്നെ ഏരിയയുമുണ്ട്. സോ ആ അത്രയും പാർട്ട് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ V = I × R എന്നാണെന്ന് പറഞ്ഞു. R എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? റോ ×
L/A എന്ന് പറഞ്ഞു. സോ ഈ ലെങ്ത്തിനെയും അതുപോലെ തന്നെ ബാക്കി വരുന്ന ഇത്രയും പാർട്ടിനെയും സം അതർ ഒരു കോൺസ്റ്റൻ്റ് ആക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ ലെങ്ത് അല്ലാത്ത ബാക്കി അതിൽ വരുന്ന എല്ലാ ടേംസിനെയും നിങ്ങൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് V = K × L. അതാണ് ഈ കൊടുത്തിട്ടുള്ളത് V = K × L. K എന്ന് പറയുന്നത് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? ബാക്കി വരുന്ന റെസിസ്റ്റിവിറ്റിയും അതുപോലെ തന്നെ ഏരിയയും അതുപോലെ തന്നെ കറൻറ്റും എല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം V = K × L. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ആ Kനെ അങ്ങോട്ട് റിമൂവ് ചെയ്താൽ V ∝ L എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V ∝ L ആണ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? K = V/L എന്ന് എഴുതാം. ഈ K = V/L എന്ന് എഴുതുകയാണെങ്കിൽ അതിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻ്റ്. ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫോഴ്സ് ഗ്രേഡിയൻ്റ് എന്ന് പറയാം. പ്രഷറിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ അതിനെ നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് നൗ വി ഹാവ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നാണ് പറയുന്നത്. വി എന്നുള്ളതിൻ്റെ യൂണിറ്റ് അല്ലേ വോൾട്ട് എന്ന് പറയാം, വോൾട്ട് എന്ന് പറയാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും. സോ ഓർത്ത് വയ്ക്കുക, കോൺസെപ്റ്റ് ഇതാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്യുറേറ്റ്ലി. ഒരു കോൺസ്റ്റൻ്റ് കറൻറ്റ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് എടുക്കുന്നു? വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിരിക്കുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പൊട്ടൻഷ്യോമീറ്റർ ഡിവൈസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വിയും എല്ലും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടിയാൽ ലെങ്ത് കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ ലെങ്ത് കുറയുകയും ചെയ്യുന്നു. അതാണ് ലീനിയൻ്റ് അല്ലെങ്കിൽ ലീനിയർ ഗ്രാഫ് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ്. ആഫ്റ്റർ ഓൾ ദർ ഈസ് എ ഫിഗർ യു ക്യാൻ സീ. നമ്മുടെ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. ഒരു ബാറ്ററി വി ഹാവ്, വൺ സ്വിച്ച് വി ഹാവ്, വൺ റിയോസ്റ്റാറ്റ് വി ഹാവ്. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ വേരിയബിൾ റെസിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ആഫ്റ്റർ ദർ ഇസ് എ വോൾട്ട് മീറ്റർ, യു ക്യാൻ സീ ദർ ഇസ് എ വോൾട്ട് മീറ്റർ. ദെൻ എഗെയിൻ ഒരു ജോക്കി എന്ന് പറയുന്ന ഒരു പെൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കണ്ടക്ടറുമുണ്ട്. ഓക്കെ, ഇനി സംഭവിക്കുന്നത് എന്താ? നമ്മളൊരു സ്യൂട്ടബിൾ വാല്യൂ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കെ ഓൺ ചെയ്ത് റിയോസ്റ്റാറ്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ ഈ ഒരു കണ്ടക്ടറിലൂടെ ജോക്കി മൂവ് ചെയ്യുന്ന ഒരു സമയത്ത് ഇവിടെയുള്ള ബാലൻസിങ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നു. സോ ആ ഒരു മൊമെൻറ്റിൽ ഇവിടെ ഒരു ഗാൽവനോമീറ്ററും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു വോൾട്ട്മീറ്റർ ജോക്കി ഇൻ ബിറ്റ്വീൻ ഒരു ഗാൽവനോമീറ്ററും ഉണ്ട്. സോ ആ ഒരു പാർട്ടിലുള്ള ഗാൽവനോമീറ്ററിൻ്റെ നൾ ഡിഫ്ലക്ഷൻ കോൺസെപ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്ത് മെഷർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് കിട്ടും. സോ അതാണ് ആക്ച്വലി ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഓർത്ത് വയ്ക്കുക, ഗ്രാഫ് ഓർത്ത് വയ്ക്കുക, ഡയഗ്രാം ഓർത്ത് വെച്ചാൽ ആ പാർട്ട് സെറ്റാണ്. ഇതിന് 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ സീ ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ദ കമ്പാരിഷൻ ഓഫ് EMF ഓഫ് 2 പ്രൈമറി സെൽസ്. 2 ആപ്ലിക്കേഷൻ ആണുള്ളത്. ദ ഫസ്റ്റ് വൺ കമ്പാരിഷൻ, ദ സെക്കൻഡ് വൺ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. സ്റ്റുഡൻസ്, ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്പർ 1 കമ്പാരിഷൻ ഓഫ് EMF ഓഫ് 2 പ്രൈമറി സെൽസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏത് ഡയഗ്രാമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ സീ
ലൈക്ക് ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, ദെൻ E1 E2 2 സെല്ലുണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ഫസ്റ്റ് സെല്ല് നമ്മുടെ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരും. ആ ടൈമിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബാലൻസിങ് ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആദ്യത്തെ മുകളിലത്തെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. അതായത് ഈ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ. നമ്പർ 2, രണ്ടാമത്തെ കേസിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു സ്വിച്ച് കൊടുക്കുന്നു. സോ ഈ ഒരു സർക്യൂട്ട്, അതായത് അടിഭാഗം വരുന്ന ആ ഒരു ഡയഗ്രത്തെ നമ്മുടെ ഫിഗറിലേക്ക്, നമ്മുടെ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. സോ അങ്ങനെയുള്ള കേസിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ആദ്യം മുകളിൽ പറഞ്ഞ പാർട്ടിനെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് E1 = K × L1 എന്ന് പറയുന്നത് കിട്ടും. രണ്ടാമത്തെ കൊണ്ടുവരുമ്പോഴോ E2 = K × L2. അതായത് എങ്ങനെയാണത് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ജോക്കി എന്ന് പറയുന്ന പേനയുണ്ട്, സ്കൂളിലെ ഫിസിക്സ് ലാബിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അത് നമ്മളിങ്ങനെ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്ന മൊമെൻറ്റിൽ അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഗാൽവനോമീറ്ററിലുള്ള കറൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ആ ഒരു സമയത്ത് കിട്ടുന്ന E1 വോൾട്ടേജ്, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് കിട്ടുന്ന E2 പദം ആദ്യം KL1 എന്നും രണ്ടാമത്തതിന് നമ്മൾ KL2 എന്നും പറയും. ഓക്കെ. അത് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു. E2/E1 = എന്ത് കിട്ടുന്നു, L2/L1. അതിൽ നിന്ന് E2 = L2/L1 × E1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് എന്താ, കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 പ്രൈമറി സെൽ. അപ്പോൾ ഇതിൽ നിന്ന് E2 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടുകയും ആ E2വിൻ്റെ വാല്യൂ E1ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുതലാണോ കുറവാണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ സെക്കൻഡ് അപ്ലിക്കേഷൻ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും, ലൈക്ക് അപ്ലിക്കേഷൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ പ്രൈമറി സെൽ ബൈ എ പൊട്ടൻഷ്യോമീറ്റർ എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോൾ ലെറ്റർ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന SI യൂണിറ്റ് ഓം ആയിട്ടുള്ള ഒരു ബാറ്ററിയുടെ അകത്ത്, ഇലക്ട്രോലൈറ്റിൻ്റെ അകത്ത്, ഒരു സെല്ലിൻ്റെ അകത്ത് വരുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ പുതിയൊരു ഡയഗ്രാം കൊടുക്കാം. സോ ആ ഡയഗ്രാമാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, ഒരു K2 എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെയും സംഭവിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് മോഡുകളാക്കിയിട്ട്, ലൈക്ക് E = KL1. അതായത് ആദ്യത്തെ കേസിൽ ഈ K1 എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഓണാക്കി വെക്കുന്നു, ഈ ഒരു K2 എന്ന് പറയുന്ന പാർട്ട് ഓഫ് ആക്കി വെക്കുന്നു. ആ ഒരു കേസിൽ നമ്മൾ ഗാൽവനോമീറ്റർ കണ്ടക്ടറിലൂടെ, ഈ കാണുന്ന കണ്ടക്ടറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിൻ്റെ വാല്യൂ 0 ആകുന്നത് വരെ നമ്മളത് മോഷൻ കണ്ടിന്യൂ ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയി വാല്യൂ കിട്ടുകയും ചെയ്യുന്നു. സോ അതാണ് E = KL1. രണ്ടാമത്തെ കേസിൽ നമ്മൾ ആ മുകളിലത്തെ ഭാഗം കൂടി നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരികയും കറസ്പോണ്ടിങ് ആയി നമുക്ക് എന്ത് കിട്ടുന്നു, V = KL2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കിട്ടി. ആഫ്റ്റർ നമ്മളിത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നു. സോ ഇക്വേഷൻ വരുന്നത് E/V = L1/L2. K എന്നുള്ളത് നമുക്ക് ക്യാൻസലേഷൻ നടത്താൻ പറ്റും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്, ഓംസ് ലോ വെച്ചിട്ട് അല്ലേ. E എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് = I × R അല്ലേ. സോ അതേപോലെ തന്നെ E = ഇവിടെ I × R+R എന്നെടുക്കാം. കാരണം രണ്ട് റെസിസ്റ്റൻസിൻ്റെ അവിടെ, ഒന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസും മറ്റൊന്ന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും. അതുകൊണ്ടാണ് ഒന്ന് ക്യാപിറ്റൽ ആറും മറ്റൊന്ന് സ്മോൾ ആറുമായിട്ട് എടുക്കുന്നത്. എഗെയിൻ ബേസിക് ഓംസ് ലോ എന്താ, V = IR. ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് E/V = R+Rനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, IR കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെയും I ഉണ്ടാകും, ഇവിടെയും I ഉണ്ടാകും. സോ ഈ രണ്ട് ഐകളും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത്, ദറ്റ് ഈസ് നമുക്ക് വരുന്നത് എന്താണ്, R+R/R. ഈ R+R അതായത് E/V എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്, L1/L2 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ L1/L2 ഉണ്ട്,
ഇവിടെ നമുക്കുള്ളത് എന്താ ആർ പ്ലസ് ആർ ബൈ ആർ അല്ലേ. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആർ പ്ലസ് ആർ ബൈ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു L1 ബൈ L2 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്മോൾ ആറിൻ്റെ വാല്യൂ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ദറ്റ് ഈസ് ആർ ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് എന്താണ്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 മൈനസ് L2 ബൈ L2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും, മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയും. സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 മൈനസ് L2 ബൈ L2. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡ് അപ്ലിക്കേഷൻ. അതും കഴിഞ്ഞു. ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്തായിരുന്നു? നമ്പർ 1 കമ്പാരിസൺ ആയിരുന്നു. നമ്പർ 2 ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വോൾട്ട് മീറ്റർ. അതായത് എന്തിനാണ് ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്? നമുക്ക് വോൾട്ട് മീറ്റർ യൂസ് ചെയ്താൽ പോരെ? പൊട്ടൻഷ്യോമീറ്റർ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു സർക്യൂട്ട് ഡയഗ്രം കൊണ്ടുവന്ന് വാല്യൂ മെഷർ ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ സി വോൾട്ട് മീറ്റർ ഡ്രോസ് എ സ്മോൾ കറൻറ്റ്. അതായത് വോൾട്ട് മീറ്ററിൻ്റെ അകത്ത് ലൈക്ക് അയൺ പാർട്സുകളുണ്ട്, കോയിലുണ്ട്. അത് ചൂടാവുകയും അത് ചൂടാകുന്നതിൻ്റെ ഫലമായി അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ കറൻറ്റ് ഈ കമ്പിയിലേക്ക് വന്ന് ചൂടായി ഹീറ്റ് ലോസ് ഉണ്ടാവുകയും ഒരു ചെറിയൊരു കറൻറ്റ് ആ ലോസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വോൾട്ട് മീറ്റർ കൊണ്ട് കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് കുറച്ച് ചെറുതായിരിക്കും, കുറച്ച് കുറവായിരിക്കും. എക്സാക്റ്റ് വാല്യൂ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടില്ല. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇറ്റ് മെഷേഴ്സ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ EMF ഓഫ് എ സെൽ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യാതെ പൊട്ടൻഷ്യോമീറ്റർ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഡ്രോസ് എ സ്മോൾ കറൻറ്റ്, ഒരു ചെറിയ കറൻറ്റിനെ അത് വലിച്ചെടുക്കുകയും ആസ് എ റിസൾട്ട് സംഭവിക്കുന്നത് എന്താ? ആക്ച്വലി ഇറ്റ് മെഷേഴ്സ് ദ ടെർമിനൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ EMF. അപ്പോൾ ആക്ച്വൽ EMFൻ്റെ വാല്യൂവിൻ്റെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അത് എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യതയുള്ള വാല്യൂ തരുന്നില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള വോൾട്ട് മീറ്റർ മാറ്റി പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്. മോറോവർ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലെസൺ ദാറ്റ് ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ഓൾറെഡി ഞാൻ പറഞ്ഞു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ചില കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ് നമ്മൾ പറയും. ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. നിങ്ങളിലുള്ള ചില സ്റ്റുഡൻസും അങ്ങനെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരാൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു ജോക്ക് പറഞ്ഞാൽ, ഒരു കോമഡി പറഞ്ഞാൽ, ഒന്ന് ഫണ്ണാക്കിയാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് കളിയാക്കിയാൽ തന്നെ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മീൻ ചെയ്യുന്നത് ഗാൽവനോമീറ്റർ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടോപ്പിക്ക് പൊട്ടൻഷ്യോമീറ്റർ എന്നാണ് പറഞ്ഞത്. അതായത് ചെറിയൊരു ചേഞ്ച് കൊണ്ട് തന്നെ വലിയ സംതിങ്, അതാണ് ആക്ച്വലി ഈ ഒരു സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയൊരു കറണ്ട് കൊണ്ട് തന്നെ ലാർജ് ഡിഫ്ലക്ഷൻ ആ നീഡലിന് സംഭവിക്കുന്നു. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ വെരി സെൻസിറ്റീവ്. അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് മെഷറിങ് എ വെരി സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓർത്ത് വയ്ക്കുക, വളരെ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന് മെഷർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇറ്റ് ഷോസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ബാലൻസിങ് ലെങ്ത് ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ചെറിയ ചേഞ്ച്, ഇറ്റ് ഷോസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ബാലൻസിങ് ലെങ്ത്. അപ്പോൾ വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബീങ് മെഷേർഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് മെഷറിങ് വെരി സ്മോൾ potential differences, capable of measuring very small potential differences. Number one, that is the first one. Number two, it shows a significant change in balance point. Balance point കാര്യമായിട്ടുള്ള ചേഞ്ച് അത് വരുത്തും. എപ്പോൾ? എ സ്മോൾ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുമാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
മോർ ഓവർ നമ്മളിവിടെ ഇല്ല യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് E2/E1 ഈക്വൽ ടു L2/L1 യൂസ് ചെയ്ത് നമ്മൾ കമ്പാരിഷന് വേണ്ടിയിട്ടാണ്. ദെൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ ഫൈനലി E=KL എന്ന് പറയുന്ന ഇക്വേഷൻസും. സോ ഇത്രയും ഇക്വേഷൻസാണ് പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും പാർട്ടാണ് തിയററ്റിക്കലി നമുക്ക് ഈ ഒരു കറൻറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാനുള്ളത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ്. സോ എല്ലാവരും ഇതിൻ്റെ തിയറി ആദ്യം നന്നായി പഠിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പാസ്റ്റ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുമൊക്കെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നല്ല മാർക്ക് എല്ലാവർക്കും ഈ ഒരു പാർട്ടിൽ സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നമുക്ക് നല്ല മാർക്കോടുകൂടി എല്ലാവരും നല്ലൊരു ഫ്യൂച്ചറിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.